ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ബീഡ്സ് എങ്ങനെ ലോഡ് ചെയ്യാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ആര്യ വർക്കിന് യൂസ് ചെയ്യുന്ന ബീഡ് നീഡിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആര്യ വർക്കിന് യൂസ് ചെയ്യുന്ന ബീഡ് നീഡിൽ. നമ്മളെ ട്യൂലിപ്പ് നീഡിൽ പോലെ തന്നെ ഒരു ഹുക്ക് ഇതിനും കാണാം. ഇത് കുറച്ചും കൂടി തിന്നായിരിക്കും, കാരണം ബീഡ്സൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പോയിൻ്റ് വളരെ തിന്നായിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ബീഡ്സ് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നീഡിൽ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഈ ഹുക്ക് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ പിടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ മുകളിലേക്ക് വരും പോലെ പിടിച്ച് വെച്ചിട്ട് ഒരു 45 ഡിഗ്രിയിൽ ചരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ബീഡ് ഇങ്ങനെ ഒരു ചെറിയ ബൗള് എടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ചരിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ നീഡിലിൻ്റെ ഹുക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തിപ്പൊക്കി കൊടുക്കുക. ഇങ്ങനെ കുത്തിപ്പൊക്കുമ്പോൾ നമ്മൾ ഓരോരോ ബീഡ്സായിട്ട് ഇതിലേക്ക് ഇങ്ങനെ കയറിക്കോളും. ഇങ്ങനെ ഈ നീഡിലിൽ കംപ്ലീറ്റ് ഇങ്ങനെ ബീഡ്സ് ലോഡായി കഴിഞ്ഞാൽ നമ്മളെ മോതിരവിരലുണ്ടല്ലോ, ആ മോതിരവിരൽ കൊണ്ട് നമ്മൾ ഈ ബീഡിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഓരോരോ ബീഡായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ടൈമിൽ ഓരോരോ ബീഡ് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബീഡ്സ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ നമ്മൾ ഓരോരോ ബീഡ്സ് ഇങ്ങനെ നീഡിലേക്ക് ഒരു ബീഡ് ഇട്ടു, എന്നിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തു, വീണ്ടും ഒരു ബീഡ് ഇട്ടു, അങ്ങനെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബീഡ്സൊക്കെ ലോഡ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ പൊക്കി എടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് ബീഡ്സൊക്കെ കയറിക്കോളും. ഈ കയറിയ ബീഡിനെയൊക്കെ നമ്മൾ ഈ ഒരു മോതിര വിരൽ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ.